ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിത് മാങ്ങാച്ചാറിൻ്റെ വീഡിയോ ആയാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന ചെറിയ സപ്പോർട്ടാണ് ഈ ചെറിയൊരു ചാനലിൻ്റെ വിജയം. പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ആദ്യം തന്നെ ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇതിൻ്റെ ആദ്യം തന്നെ തൊലി ചെത്തിയെടുക്കാം. എന്നാൽ തൊലി ചെത്തിയിട്ടെടുക്കുക വരാം. ഇങ്ങനെ നമുക്കെല്ലാം മാങ്ങയുടെയും തൊലി ചെത്തിയെടുക്കാം. ഓക്കെ, നമ്മൾ തന്നെ ഇങ്ങനെ മാങ്ങ പൂളി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ അരിഞ്ഞെടുക്കാം. നമ്മളെല്ലാം മാങ്ങ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടിയിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ കടുകും 1/2 ടേബിൾ സ്പൂൺ ഉലുവയാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നമ്മളിതിനകത്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇതിനടച്ച് വെക്കാം. നന്നായിട്ട് ഇതായിട്ടുണ്ട്. ഇത് നോക്കാം. ഇളക്കി കൊടുക്കാം. നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. മധുരമാങ്ങ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുക്കാം. കണ്ടോ, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. കാണാൻ അടിപൊളിയല്ല, കഴിക്കാനും അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ഫ്രം ഗോപിക. 1 മിനിറ്റ് ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഒഴിക്കാം. ഞാനിതൊന്നും ഒഴിച്ചിട്ടില്ല. then നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങളൊന്നും കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. ബൈ.